നാഷണൽ സെൻറ്റർ ഫോർ സെസിമോളജി തന്നെ അത് ഭൂചലനമല്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആധികാരികമായി പിന്തുടരാവുന്ന ഒരു കേന്ദ്രമാണിത്. ഭൂചലനമല്ല എന്നുള്ള ആശ്വാസവാക്ക് അതിലൂടെ വന്നിട്ടുണ്ട്. പിന്നെ കനത്ത മഴയും ഇല്ലാത്ത പ്രശ്നമുണ്ട്. എന്നാലും കരുതലുകൾ നമ്മൾ എടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ചില നിലപാടുകളാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പൊതുവേ നമ്മൾ നെഗറ്റീവ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥിതി സോഷ്യൽ മീഡിയയിലും ഉണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടാൽ ആ പോസ്റ്റിനോട് പ്രതികരിക്കുന്ന ചില രീതികളുണ്ടാകാം. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും. എന്നാൽ നമ്മളതിലാകെ നിരാശപ്പെടേണ്ടതില്ല. പോസിറ്റീവായി ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലും മഹാഭൂരിപക്ഷവും. പക്ഷെ അവരത് പ്രകടിപ്പിക്കാറില്ല. അവർ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ഇതിൽ അവരുടെ അഭിപ്രായം എഴുതാനോ തയ്യാറാകാറില്ല. അവർ ഈ വാർത്ത കാണുക മാത്രമേ ചെയ്യുകയുള്ളൂ. ആ വാർത്ത കാണുക മാത്രം ചെയ്യുന്നു. ചിലരതിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അതിൽ പ്രതികരിക്കും, അവരുടെ പ്രതിഷേധം അറിയിക്കും. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്നവരും അത് അറിയിക്കില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ മൈനോറിറ്റിയാണ് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രതികരണവും നടത്താത്തവരാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകെ നെഗറ്റീവ് കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ ഇങ്ങനെ മൈനോറിറ്റി പ്രചരണം നടത്തുന്നവരോട് പൊതുവെ സമൂഹത്തിന് അത് നിഷേധാത്മകമായ സമീപനമാണ്. അവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നുള്ള നിലപാടാണ് പൊതുവേ ഉള്ളത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ജനങ്ങളിൽ ഭീതി പരത്തുന്ന നിലയിലേക്ക് പ്രചരണങ്ങൾ നടത്തുക, കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുക, ഫേക്ക് ന്യൂസ് പടർത്താനുള്ള ഇടപെടലുകൾ നടത്തുക, അതിനൊക്കെ ശരിയായ അർത്ഥത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനൊക്കെ എതിരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൊക്കെ ആശ്വാസകരമായൊരു കാര്യം.